പിണറായി സർക്കാരിന് തുടർഭരണം നൽകിയതിന് ജനങ്ങൾക്കുള്ള സമ്മാനമാണ് വൈദ്യുതി നിരക്ക് വർധനയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പലതവണയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനുള്ള പ്രത്യുപകാരം അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനം നൽകുമെന്നും ടാജറ്റ് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കെപിസിസി ആഹ്വാനപ്രകാരം അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആമ്പലൂർ വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് ടാജറ്റ്. കെടുകാര്യസ്ഥത ഒന്നു മാത്രമാണ് നിരക്ക് വർധനവിന്റെ കാരണം. പിണറായി ഭരണത്തിൽ സമസ്ത മേഖലയെയും വിലക്കയറ്റം ബാധിച്ചിരിക്കുകയാണെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ ഡേവിസ് ഡബ്ല്യു അക്കര, കെ രാജേശ്വരി, പോൾസൺ തെക്കുംപീടിക, ജിമ്മി മഞ്ഞളി, സന്ദീപ് കണിയത്ത്, ജോർജ് ഇടപ്പള്ളി, പ്രിൻസൺ തയ്യാലക്കൽ, കെ എസ് കൃഷ്ണൻകുട്ടി, കെ വി പുഷ്പാകരൻ, സുനിൽ മുളങ്ങാട്ടുകര, അനിൽ കുനിയത്ത്, സിജോ പുന്നക്കര, മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു മാസം 15 പൈസ മുതൽ 40 പൈസ വരെ ഒരു യൂണിറ്റിന് വർധനവുണ്ടാകുന്ന രീതിയിലാണ് KSEBയുടെ ചാർജ് വർധനവ് ഇവിടെ നടന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അവർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് ഡബ്ല്യു അക്കര, പടരട്ടെ